55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടനായി മമ്മൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഭ്രമയുഗത്തിലെ പ്രകടനത്തിലാണ് അദ്ദേഹത്തിന് പുരസ്കാരം. ഇത് 8ാം തവണയാണ് മമ്മൂട്ടി മികച്ച നടനാകുന്നത്. മികച്ച നടിയായി ഷംല ഹംസയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിനാണ് പുരസ്കാരം. മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സും മികച്ച സംവിധായകനായി ചിദംബരവും തിരഞ്ഞെടുക്കപ്പെട്ടു. തൃശ്ശൂരിൽ നടന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. വിവരങ്ങളുമായി സാനു കെ സജീവും ന്യൂസ് ഡെസ്കിൽ നിന്ന് KP സുരേഷും ചേരുന്നുണ്ട്. ആദ്യം KP യിലേക്കാണ് പോകുന്നത്. KP, ഒരുപക്ഷെ ഏവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഭ്രമയുഗം എന്ന സിനിമ കാണുമ്പോൾ തന്നെ ആ മഹാനടൻ്റെ റേഞ്ച് നമുക്ക് മനസ്സിലാവും. പൊറ്റിയായി അങ്ങ് ഗംഭീരമാക്കിയൊരു പെർഫോമൻസ്. ശ്യാം പറഞ്ഞതുപോലെ തന്നെയാണ്. ആ ഒരു സിനിമ കണ്ട ആരും മമ്മൂട്ടി എന്ന് പറയുന്ന ആ നടൻ്റെ അഭിനയ മികവ് മറക്കില്ല. കുടമൻ പോറ്റിയായി ജീവിച്ച് തകർക്കുകയായിരുന്നു മമ്മൂട്ടി. ആ മികവിന് തന്നെയാണ് അവാർഡ്. സ്വാഭാവികമായും എല്ലാവരും പ്രതീക്ഷിച്ച ഒരു അവാർഡ് തന്നെയാണ്. ആസിഫ് അലി ഉണ്ടായിരുന്നു, വിജയരാഘവൻ ഉണ്ടായിരുന്നു, ടൊവിനോ ഉണ്ടായിരുന്നു, സൗബിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നീണ്ട നിര പിന്നിലുണ്ടായിരുന്നെങ്കിലും മുന്നിൽ മമ്മൂട്ടി തന്നെയായിരുന്നു. മമ്മൂട്ടി പോറ്റി കൊണ്ടുപോയി നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം കുടുംബൻ പോറ്റി ആ ഒരു മികവിന് മമ്മൂട്ടി ഒരിക്കൽ കൂടി അവാർഡ് സ്വന്തമാക്കുമ്പോൾ 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ അർഹമായ ഒരു അംഗീകാരം തന്നെയാണ് അത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അതേപോലെ തന്നെ ഷംലയുടെ കാര്യം, ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയിൽ ജനപ്രിയ സിനിമയായി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ, തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സിനിമയാണ്. ആ സിനിമയിൽ തന്നെ ത്തിൻ്റെ ആ ഒരു തൻ്റെതായൊരു ശൈലി, ഒരു രണ്ടാമത്തെ സിനിമ മാത്രമാണ്, കേവലം രണ്ടാമത്തെ സിനിമ മാത്രമാണ് ഷംലയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഒരു ഇരുത്തം വന്ന നടിയുടെ ഒരു മികവ് തന്നെയാണ് അവർ ആ ഒരു സിനിമയിലുടനീളം കാഴ്ചവെച്ചത്. ആ പ്രതീക്ഷയുണ്ടായിരുന്നു. ഷംല എത്തുമോ, സുരഭി ലക്ഷ്മി, ദർശന, അങ്ങനെ ഒരു നീണ്ട താരനിര മുന്നിലുണ്ടായിരുന്നു. അവരെ കടത്തിവിട്ടുകൊണ്ട് ഷംല മുന്നിലേക്ക് എത്തുമ്പോൾ അവിടെയാണ് അല്പം അപ്രതീക്ഷിതമായ ഒരു പേര് കടന്നു വന്നത്. കാരണം ആ ഒരു പ്രകാശ് രാജ് ജൂറിയായിട്ടുള്ള ആ ഒരു സിനിമാ പട്ടികയിൽ, മികച്ച നടിമാരുടെ പട്ടികയിൽ ഷംല ഉണ്ടായിരുന്നുവെങ്കിലും ഒരുപക്ഷെ പിന്നിലായിരുന്നു ആ ഒരു പേര്. അപ്രതീക്ഷിതമായി മുന്നിലേക്ക് എത്തി. പക്ഷേ മമ്മൂട്ടിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, മുന്നിൽ തന്നെയായിരുന്നു. ആ സ്ഥാനം നിലനിർത്തുക തന്നെ ചെയ്തു. പിന്നീട് ഏറ്റവും ശ്രദ്ധേയമാവർ ശ്യാം പറഞ്ഞതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള ആ ഒരു സിനിമ 10 അവാർഡുകളാണ് ആ സിനിമ വാരിക്കൂട്ടിയത്. മികച്ച സംവിധായകൻ, തിരക്കഥ, ഒപ്പം സൗബിൻ മികച്ച സ്വഭാവ നടനാകുന്നു, വേടൻ മികച്ച ഗാനരചയിതാവുന്നു. അങ്ങനെ 10 അവാർഡുകൾ. ഏതാ വേടന്റെ കുതന്ത്രത്തിന് പുരസ്കാരം, കുതന്ത്രത്തിന് പുരസ്കാരം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ വേടൻ എന്നുള്ള ആ ഒരു പ്രതിഭ എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പലതരത്തിലുള്ള പ്രതിഭയായി പോയി എന്നതാണ് മറ്റൊരു കാര്യം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗാനരചനയ്ക്ക് അവാർഡ് ലഭിക്കുമ്പോൾ അവിടെ ഒരു രാഷ്ട്രീയം കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരികയാണ്. ആ വിയർപ്പു തുന്നിയ കുപ്പായം, ആ വരികളുടെ അലങ്കാരികതയും പിന്നീട് വരുന്ന വരികളിലെ ചില അർത്ഥതലങ്ങളുമൊക്കെ പരിശോധിക്കുമ്പോൾ വേടൻ പറഞ്ഞു വെക്കുന്ന ചില രാഷ്ട്രീയമുണ്ട്. അത് ഒരിക്കലും ഒരു സാധാരണക്കാരൻ്റെ ജീവിത വ്യഥകളിൽ നിന്നും ആധികളിൽ നിന്നും ചീന്തിയെടുത്ത ഒരു ഏടാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അങ്ങനെ അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വേടൻ എന്ന് പറയുന്ന ആ ഒരു കലാകാരൻ്റെ സമീപകാല ചെയ്തികളിൽ നിന്ന് പോലും ഏത് തരത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ചിന്ത പോയിട്ടുണ്ടാവുക എന്ന കാര്യം പോലും സംശയമുണ്ടെങ്കിലും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വേടന് ലഭിച്ചു എന്ന യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയ രാഷ്ട്രീയം കൂടി പരിഗണിക്കേണ്ടിയിരിക്കുന്നു. പറഞ്ഞു വെച്ചതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സിന് 10 പുരസ്കാരങ്ങൾ ലഭിക്കുമ്പോൾ നല്ല സിനിമയാണ്, മികച്ച സിനിമയാണ്, മികച്ച സംവിധാനമാണ്, എഴുത്താണ്, മികച്ച അഭിനേതാക്കളാണ്. സൗബിൻ്റെ അഭിനയം സ്വാഭാവികമായും സ്വഭാവ നടൻ പുരസ്കാരം നേടിയെടുത്തിട്ടുണ്ട്. പക്ഷേ ആ സിനിമയുമായി ബന്ധപ്പെട്ട് വന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില വിവാദങ്ങളൊക്കെയും ഈ സിനിമയോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. അവിടെ ഇത്രയും അവാർഡുകൾ നേടിക്കൊടുക്കേണ്ട ഒരു സിനിമയാണോ ആ സിനിമ എന്ന കാര്യത്തിലും ചില സംശയങ്ങളുണ്ട്. കൂടാതെ മികച്ച സ്വഭാവ നടനായി സൗബിൻ, മികച്ച സ്വഭാവ നടിയായി
ലിജോമോൾ, ഒപ്പം പ്രത്യേക ജൂറി പുരസ്കാരങ്ങൾ ആസിഫിലേക്ക് ജൂറി പുരസ്കാരമുണ്ട്. ടൊവിനോയ്ക്ക് കിഷ്കിന്ധാകാന്ഡം, രേഖാചിത്രം, ലെവൽ ക്രോസ് എന്നീ സിനിമകളാണ് ആസിഫ് അലിക്ക് പുരസ്കാരം നേടിക്കൊടുത്തത്. മമ്മൂട്ടിക്ക് തൊട്ടു പിന്നിൽ തന്നെ മികച്ച നടന്മാരുടെ പട്ടികയിൽ ആസിഫ് അലി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പ്രത്യേക ജൂറി പരാമർശം. ഏറം എന്ന സിനിമയിലൂടെ 3 കഥാപാത്രങ്ങളെ ഉജ്ജ്വലമാക്കിയ ടൊവിനോവിനും മികച്ച ജൂറി പുരസ്കാരം. ഒപ്പം നമുക്ക് അങ്ങനെ വിലയിരുത്തൽ ആസ്വാദകന്റെ മാത്രം ഒരു വിലയിരുത്തലാണ് KP. പ്രിയപ്പെട്ട പ്രേക്ഷകരോടും അത് തീർച്ചയായും പങ്കുവെക്കുകയാണ്. കാരണം ഇപ്പോൾ കിഷ്കിന്ധാകാന്ഡം എന്നൊരു സിനിമ കാണുമ്പോൾ ഒരു പക്ഷേ മനസ്സിലൊരു നോവായി, ഹൃദയത്തിലൊരു നോവായി കണ്ടിറങ്ങുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക വിജയരാഘവന്റെ കഥാപാത്രമാണ്. വിജയരാഘവന്റെ കഥാപാത്രം, ആ കഥാപാത്രം മികച്ച നടന്മാരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നു. മമ്മൂട്ടി, ആസിഫ് അലി, വിജയരാഘവൻ, അങ്ങനെ 3 പേരുകളായിരുന്നു ഏറ്റവും മുൻനിരയിൽ ഉണ്ടായിരുന്നത്. ഒരു വിമുക്ത ഭടനായ, പിന്നീട് മറവി രോഗം ബാധിച്ച ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തെ അത്രത്തോളം അപ്പുപിള്ള എന്നുള്ള ഒരു കഥാപാത്രത്തെ അത്രത്തോളം ഗംഭീരമാക്കിയ ഒരു അഭിനയം തന്നെയാണ് വിജയരാഘവൻ കാഴ്ചവെച്ചത്. ആ സിനിമ കണ്ടിറങ്ങിയ ഏതൊരാളുടെ മനസ്സിലും ഒരു വേദനയായി, നോവായി ആ ഒരു കഥാപാത്രം നിലനിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആ ഒരു കഥാപാത്രം തന്നെയാണ് ആ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ചലനങ്ങൾ, ആ ഒരു ഭാവഭേദങ്ങൾ ആ സിനിമയുടെ ഒരു ദുരൂഹതയിലേക്ക്, അല്ലെങ്കിൽ ഒരു മിസ്റ്ററി, ഒരു എന്തൊക്കെയോ ഈ സിനിമയിൽ ഉണ്ട് എന്ന് നമ്മളെക്കൊണ്ട് തുടക്കം മുതൽ തോന്നിപ്പിക്കുന്നത് ഈ ഒരു കഥാപാത്രം തന്നെയാണ്. അത് ഒട്ടും അസ്വാഭാവികത വരുത്താതെ സ്വാഭാവികമായ ഒരു അഭിനയ ചാരുതയിലൂടെ വിജയരാഘവൻ മികച്ചതാക്കിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിട്ടില്ല എന്നത് ഒരുപക്ഷെ ജൂറിയുടെ മാനദണ്ഡത്തിൽ എന്തൊക്കെയോ പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ അദ്ദേഹം കടന്നു വരേണ്ടതായിരുന്നു ഏതെങ്കിലും ഒരു മികവിലേക്ക്. പക്ഷേ അങ്ങനെ കടന്നു വന്നിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ ചലച്ചിത്ര പുരസ്കാരങ്ങൾ അർഹമായ കരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ചില കരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയവും ബാക്കി നിർത്തുകയാണ്. അതാണ് KP ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വളരെ നന്ദി KP, വളരെ കൃത്യമായി തന്നെ ഈ വിലയിരുത്തൽ നടത്തിയതിന്. സാനുവിലേക്ക് പോവുകയാണ്. സാനു, മറ്റു പുരസ്കാരങ്ങളൊന്ന് വേഗത്തിൽ. ശ്യാം, എന്തായാലും മുൻപൊന്നും ഇല്ലാത്ത രീതിയിലുള്ള കടുത്ത മത്സരം നേരിട്ടതാണ് ഈ 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളുടെ പ്രഖ്യാപനത്തിൽ. അതായത് 128 സിനിമകളാണ് ആകെ മത്സരത്തിലുണ്ടായിരുന്നത്. അതിൽ നിന്ന് 36 സിനിമകളാണ് അവസാന റൗണ്ടിൽ എത്തിയത്. എന്തായാലും അതിൽ വലിയൊരു വേടന്റെ പേരിലൂടെ തന്നെ ഇപ്പോൾ ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ മാറുന്നുണ്ട്. മികച്ച നടനായിട്ട് മമ്മൂട്ടിയാണ് വരുന്നത്. ഭ്രമയുഗം സിനിമയിലൂടെ അദ്ദേഹം വരുന്നു. മികച്ച നടിയായിട്ട് ഷംല ഹംസ ഫെമിനിറ്റി ഫാത്തിമ എന്ന ചലച്ചിത്രത്തിലൂടെ വരുന്നു. ഒപ്പം തന്നെ മികച്ച സ്വഭാവ നടനായിട്ട് സൗബിനും സിദ്ധാർത്ഥും, അത് 2 പേർക്കുമാണ് അത് ലഭിച്ചിട്ടുള്ളത്. മികച്ച സ്വഭാവ നടിയായി ലിജോമോൾ ജോസും വന്നിരിക്കുകയാണ്. മികച്ച കഥാകൃത്ത് പ്രസന്ന വരുന്നു. മികച്ച തിരക്കഥാകൃത്തായിട്ട് ചിദംബരം മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിലൂടെ വരുന്നു. മികച്ച ഛായാഗ്രാഹകനായിട്ട് ഷൈജു ഖാലിദ്, അതും മഞ്ഞുമ്മൽ ബോയ്സ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ മികച്ച ഗാനരചയിതാവ് ആയിട്ട് വേടന്റെ പാട്ടാണ് വരുന്നത്, അതും മഞ്ഞുമ്മൽ ബോയ്സിലേക്ക് വരുന്നു. മികച്ച സംഗീത സംവിധായകനായിട്ട് സുശീൽ ശ്യാമം വരുന്നു. മികച്ച പിന്നണി ഗായകൻ KS ഹരിശങ്കർ. ഇങ്ങനെ നിരവധി ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വിപുലമായിട്ടുള്ളൊരു പുരസ്കാര പ്രഖ്യാപനമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ മമ്മൂട്ടിയുടെ മമ്മൂക്ക നേടിയിരിക്കുന്ന ഭ്രമയുഗം ചിത്രവുമായി ബന്ധപ്പെട്ട് നേടിയിരിക്കുന്ന ഒരു വലിയൊരു നേട്ടം, ഒപ്പം തന്നെ മഞ്ഞുമ്മൽ ബോയ്സ് എന്നീ ചിത്രങ്ങളാണ് ഇക്കുറി ഈ 55ാമത് ചലച്ചിത്ര പുരസ്കാര വിതരണ വേളയിൽ ഏറ്റവും അധികം പുരസ്കാരങ്ങൾ നേടിയ ചിത്രങ്ങളായിട്ട് മാറുന്നത്. യെസ്.